പൂക്കാലത്തിലെ ഇച്ചോയ് എന്ന ഇട്ടൂപ്പിനെയും അതുപോലെ കിഷ്കിന്ധാകാന്ഡത്തിലെ അപ്പുള്ളയും ഒസ്യത്തിലെ കഥാപാത്രവുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരു നടനുണ്ട് മലയാളത്തിൽ. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ കുട്ടേട്ടൻ. ആ കുട്ടേട്ടനെ തേടിയാണ് ഇപ്പോൾ ദേശീയ പുരസ്കാരവും കേരളത്തിലേക്ക് നമ്മുടെ മലയാളത്തിലേക്ക് ഈ അടുത്ത കാലത്ത് എത്തിയത്. അത്തരമൊരു സാഹചര്യത്തിലാണ് കോട്ടയത്ത് ഒളസയിലെത്തി കുട്ടേട്ടനെ കൈരളി വീണ്ടും കാണുന്നത്. കുട്ടേട്ട ഈ ഓണക്കാലത്ത് നമ്മളങ്ങനെ വീണ്ടും കാണുകയാണ്. പിന്നെ അല്ലെ, ആ കാണുന്നതിൽ ഒരു രസകരമായ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഇതിന് തൊട്ട് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് സംസാരിച്ച് ഈ പൂക്കാലത്തിലെ ഈ കഥാപാത്രമാണ് ഇച്ചോ എന്ന 100 വയസ്സുകാരനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. ഒരുപാട് സംസാരിച്ചപ്പോൾ എന്നോട് കാണണം എന്ന് പറഞ്ഞു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താണെന്ന് അറിയാം, ഒരു വരവ് കൂടി വരേണ്ടി വരും ഒളസയിലേക്ക്, കോട്ടയത്തേക്ക് ഒരു വരവ് കൂടി കുട്ടേട്ടനെ കാണാൻ വരേണ്ടി വരും എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാര്യം മനസ്സിലായല്ലോ. അല്ലാതെ അതിപ്പോൾ നാഷണൽ ജൂറിക്കും മനസ്സിലായി. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തൊരു പ്രത്യേക ഒരു സുഖം തോന്നി, അകത്തിന് തോന്നി. അല്ല, ഈ ചില കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലുണ്ടാകും. അപ്പം എനിക്കാണെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും അങ്ങനെയാണ്, അപ്പുള്ളയും രണ്ടിനും. അതെ, മറ്റേ ഇച്ചോയ്. ഇത് എന്നോടൊരു കഥ വായിച്ചപ്പോൾ ഇച്ചോയ് എന്ന് വിളിക്കുന്നത്. അവർ എന്നെ നാട്ടുകാർ ഒരുപാട് പേര് ഇച്ചോയ് എന്ന് വിളിക്കുന്ന കുറച്ചുകൂടെ ഒരു കോട്ടയം ബ്ലെൻഡ് ഉണ്ട് അതിൽ. പിന്നെ പെട്ടെന്ന് പണ്ട് മുതൽ ആഗ്രഹമുണ്ട് ഒരുപാട് പ്രായമുള്ള കഥാപാത്രം ചെയ്യണമെന്ന്. അങ്ങനെ തോന്നിപ്പിച്ച ഒരു അനുഭവം എവിടെയോ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അത് നമ്മുടെ കൊട്ടാരക്കര ചേട്ടനെ അരുണാചല നേരം. അപ്പോൾ അതുപോലൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ആയാലോ, അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലേ. ഇതിൽ ഒരു കാര്യം കൂടി സാന്ദർഭികമായി, ഈ മേക്കപ്പ് സാധാരണ ഈ അവാർഡിലേക്ക് പോകുമ്പോൾ ഓവർ മേക്കപ്പ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇതിൽ വളരെ ബ്ലെൻഡാണ്. അല്ല, ഇത് പോസ്റ്ററിക് മേക്കപ്പ് അല്ല, മറ്റേ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അതെനിക്ക് ആദ്യം ചെയ്തതാ. അത് ഞാൻ ഇതൊക്കെ അതെന്നെ ചെയ്തു കഴിഞ്ഞ് നല്ല ഗംഭീരമായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാനും കണ്ണാടി നോക്കിയപ്പോൾ നല്ല രസമാണ്. പക്ഷെ ഞാനൊന്ന് ചിരിക്കുകയും എൻ്റെ മുഖത്ത് പല ഭാഗങ്ങളും വരുത്തി നോക്കി, ഒന്നും വരികയല്ല. ഇതൊരു മാസ്ക് അല്ലേ. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇത് ശരിയാകുമല്ലോ, ഇങ്ങനെ തന്നെ വലിച്ച് കളഞ്ഞു. നാച്ചുറലായിട്ട് പിന്നെ ചെയ്ത്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് വേറെ ഒരു ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റോണക്സിനെ വിളിച്ചത്. അപ്പം റോണക്സിനോട് കാര്യം വേണ്ട, എനിക്ക് ചുളികളൊക്കെ വേണം, പക്ഷേ എൻ്റെ കണ്ണ്, എൻ്റെ ഇത്രയും ഭാഗം ഇതൊന്നും മറക്കാം. അതായത് കുട്ടേട്ടൻ്റെ ഓരോ എക്സ്പ്രഷനെ, ആ പ്രായത്തിൽ കാട്ടേണ്ട ഓരോ എക്സ്പ്രഷനെ ഇത് ബ്രേക്ക് ചെയ്തില്ല. അതെന്താ അറിയോ, ഈ ഓരോ പീസ് അത് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കും, അവനിങ്ങനെ പിടിക്കും. ഇവിടെ ലാറ്റക്സ് അല്ലേ, ഇങ്ങനെ അതിങ്ങോട്ട് തേക്കും, ക്രീം പോലെ. എന്നിട്ട് പതുക്കെ അത് വിടും, ചെറുതായിട്ട് ചൂടാക്കും. എന്നിട്ട് പതുക്കെ വിടുമ്പോൾ ആ ചുളിവ് കാണും. പിന്നെ ഇവിടം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം ഇവിടെ ഞാൻ പിടിക്കും, അവിടെ മറ്റേ മേക്കപ്പ് വേറെ പയ്യൻ പിടിക്കും, ഇവിടെ ഇടും. എന്നിട്ട് ആ ചുളിവ് വിടും. പിന്നെ ഇവിടെ ഇങ്ങനെ പിടിക്കും, ഇവിടെ വിടും. അപ്പോൾ ഞാൻ തന്നെ പിടിക്കുകയാണ്. അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ഞാൻ കൈ മാറി പിടിച്ചാൽ അപ്പോഴും തെറ്റും. ഇന്നലത്തെ ചുളിവായിരിക്കും നാളത്തെ ചുളിവ്. പിന്നെ അപ്പോൾ ഞാൻ തന്നെ പിടിക്കും. അപ്പോൾ അങ്ങനെ ഇത് വിട്ടപ്പം പിന്നെ ഞാൻ വേറെ കാര്യം ചെയ്യും. രാവിലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിപ്പൊന്നുമില്ല, ഇത് മേക്കപ്പ് ഷൂട്ടിങ് തീരുന്നവരെ ഞാനൊരു മുഖത്ത് അങ്ങനെ മുഖം ലൂസാക്കി ഇത് മനസ്സിലും തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നാ. രാവിലെ തുടങ്ങുന്നത് ഫിസിക്കലി ഞാൻ ഇതങ്ങ് കുറേ നേരം കഴിയുമ്പോൾ ഇതങ്ങ് ലൂസാവും. ശബ്ദത്തിന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ സംസാരിക്കും, ഇവിടെയൊക്കെ ചലനം ഉണ്ടാവും. അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ ആക്കിയത്. ഇത് രാവിലെ തുടങ്ങുന്നതല്ലേ? രാവിലെ 6 മണിക്ക് മേക്കപ്പ് തുടങ്ങി മിനിമം 3.5 മണിക്കൂർ. ആദ്യമൊക്കെ 4 മണിക്കൂറായിരുന്നു. പിന്നെ ഇത് അഴിക്കാൻ രാത്രിയിൽ ഇതേപോലെ ഇത്തവണ അവാർഡ് കിട്ടിയപ്പോൾ ഉർവശി പറയുന്നത് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അല്ല, ഉർവശി അന്ന് 2 പ്രായം ചെയ്യാം. ഉർവശി ആകുമ്പോഴേ കൊച്ചു ത്രേസ്യമായിട്ട് ചെയ്യാം, മറ്റൊന്നും ചെയ്യാം. ഇത് ഇവരെ വന്നപ്പോഴത്തേക്ക് വേറെ ഒരാൾ ചെയ്യേണ്ടി വന്നില്ലേ. അപ്പോൾ ഉർവശിയെ സമീപിച്ചു. അപ്പോൾ ഉർവശി ഇത് തന്നെ പറഞ്ഞത് മേക്കപ്പിന് ഇത്രയും മാത്രമല്ല, നമ്മളെ ഫിസിക്കലി നമ്മൾ അങ്ങനെ ആയാലേ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കണ്ണൊക്കെ കൊണ്ടുപോയി ഞാൻ എൻ്റെ പിരിയൊക്കെ വളർത്തി, എൻ്റെ പിരിയം വളരും. ഞാൻ പിരിയം ഫുൾ വളർത്തി. എന്നിട്ട് ഇവിടെ പകുതി ഷേവ് ചെയ്തു, ഇത്രയും ഷേവ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇടും. ഇതിനകത്തുള്ള നോട്ടമൊക്കെ വരുമ്പോഴത്തേ അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ലുക്കും എല്ലാം മാറും.
പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഇരിക്കണം. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. അല്ല, ഞാനത് അതിനൊരു സുഖമുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ആകാശദൂതിൽ മാധവി അവാർഡിനോളം എത്തിയിട്ട് ഓവർ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ജൂറി തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചത്. ആ കാലത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ. അതൊക്കെ ഇവരൊക്കെ ഈ പറഞ്ഞില്ലേ ജൂറി അവരൊക്കെ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ അവരുടെ ഓരോ അറിവുകളാണ്. ഇപ്പം ഞാനൊരു സിനിമ കാണുന്ന പോലെ ആയിരിക്കില്ല ശരത്ത് സിനിമ ആണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും അഭിനയമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം വേറെ ആൾ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ സൈഡായിരിക്കും നോക്കുന്നത്, അല്ലേ? അപ്പം ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അനുസരിച്ച്. പിന്നെ അന്നത്തെ ദിവസം വീട്ടിൽ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ ഒന്നും അടുത്തില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സിനിമ ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയിൽ പറഞ്ഞത് കൊട്ടാരക്കരയുടെ അരനാഴിക നേരം പഴയ കാലത്ത് സ്വാധീനിച്ചു, അതുപോലൊരു കഥാപാത്രം വരുന്നു എന്ന് പറയുന്ന ഒരു ഫീല് മറ്റേ അതെ കിഷ്കിന്ധാകാന്ഡം അപ്പോൾ ഉള്ള. പക്ഷെ അതുണ്ടല്ലോ ആ സ്ക്രിപ്റ്റ് ഒരു അപാര സ്ക്രിപ്റ്റാണ്. എനിക്ക് ഇതെങ്ങനെ എന്നുള്ള ഒരു ഒന്നാമത്തെ കാര്യം ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ രോഗം ഞാൻ കണ്ടില്ല. അങ്ങനത്തെ അവസ്ഥ കണ്ടു. പിന്നെ അവൻ്റെ മോളോട് ചോദിച്ചു, അവളിപ്പോൾ UK അവളെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞു വെച്ചാൽ ഇത് ഒരാൾക്ക് ഡിമെൻഷ്യ എന്ന് പലർക്കും പലതാണ്. ഒരാൾക്ക് വരുന്ന പോലെ ആയിരിക്കില്ല വേറെ. അപ്പോൾ അത് പലർക്കും പല അവസ്ഥകളാണ്. അതുപോലെ ആ കഥാപാത്രം ആകാനായിട്ട് ഇങ്ങനെ അതിൻ്റെ സംഭവം ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൂട്ടണമല്ലോ, അയാളുടെ സ്വഭാവവും അതൊക്കെ. പക്ഷെ അതിനുവേണ്ടി എനിക്ക് അധികം മെനക്കെടേണ്ടി വന്നില്ല. അതിലെന്താ അങ്ങനെ ചെയ്തു വെച്ച കാര്യങ്ങൾ? അതിനകത്ത് സത്യം പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യം ചെയ്തിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇയാൾക്ക് ഈ ഒരു ഓണ്ടറിങ് മൈൻഡ് അതാണ്. അപ്പം പിന്നെ ആരെ ഫേസ് ചെയ്യില്ല. അതിന് ഞാൻ ചെയ്ത ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഇത് അച്ഛൻ എഴുതിയ നാടകമൊക്കെ എഴുതുമ്പോഴേ നാടകമല്ല എന്താ എഴുതിയാൽ ഇങ്ങനെ എഴുതിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പേന ഇവിടെ ഇരിക്കും, ഇങ്ങനെ ആലോചിക്കും. ചിലപ്പോൾ ചെറിയ ചിരിയൊക്കെ വരും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സാധനം ഈ തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമാണല്ലോ. ഇതാണ് എനിക്ക് കിട്ടിയൊരു സ്വിച്ച്. അപ്പോൾ അതിൻ്റെ പരിഭ്രമമൊക്കെ ഇല്ല. ബ്രീത്തിങ് മാറി, സ്പീഡാണ് ബ്രീത്തിങ്. അപ്പം ഇതേ ഉള്ളൂ. എൻ്റെ വേറെ സംഭവമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്യുന്ന പോലെ ചെയ്യുന്ന പണിയാണ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്കില്ലെന്ന് പറയുന്നത്. ഞാൻ മനസ്സിലിങ്ങനെ നടന്നൊന്നിപ്പോൾ ആലോചിച്ചാൽ അറിയോ, നാഷണൽ അവാർഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഷാരൂഖ് ഖാൻ ഉണ്ടാവും. അപ്പോൾ ഷാരൂഖ് ഖാൻ എന്തായാലും എൻ്റെ കൂടെ അവാർഡ് വാങ്ങാൻ വരുന്ന മലയാളത്തിൽ ഈ ആർട്ടിസ്റ്റിനെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പൂക്കാലം കണ്ടിട്ടായിരിക്കും വരുന്നത്. അത് എന്തായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ ഷാരൂഖ് ഖാൻ നമിച്ചണ്ണ എന്ന് പറഞ്ഞു തൊഴും. കാരണം വെച്ചാൽ ഷാരൂഖ് ഖാനെ മനസ്സിലാവില്ല. ഇല്ല, അല്ല അതാ പറഞ്ഞേ. അത് അപ്പോഴാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം അവിടെയാണല്ലോ. കാരണം റിയൽ വിജയരാഘവൻ മുമ്പിൽ നിൽക്കുന്നു. പൂക്കാലം സിനിമയിലെ 100 വയസ്സുകാരനെ കണ്ടിട്ട് വന്ന ഷാരൂഖ് ഖാൻ തൊഴുതു പോകുന്നൊരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത്. അതാണ് മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ വളരെ സ്വകാര്യമായൊരു സന്തോഷം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അല്ലേ, മലയാളി ഞങ്ങളുടെ സ്വകാര്യമായ സന്തോഷമാണ് പറഞ്ഞത്. അങ്ങനെ സന്തോഷിപ്പിക്കുന്നില്ലല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയിക്കും. പിന്നെ അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും മറന്നു പോകും. അപ്പം ഞാൻ ഇടയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി കേട്ടോ എന്നെ എനിക്കങ്ങനെ ഒരു അതിനേക്കാളൊക്കെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അറിയോ, ഞാൻ 44 വർഷമായി സിനിമ മാത്രം. നാടകം അതിന് മുമ്പ് 10ാമത്തെ വയസ്സിൽ നാടകത്തിൽ. അതെ, പിന്നെ നാടകം തുടങ്ങിയിട്ട് അച്ഛൻ്റെ കൂടെ കാപാലികയിൽ ചുമ്മാ പോയതാണ്. 73 എനിക്ക് സിനിമ താല്പര്യമില്ലായിരുന്നു. പിന്നെ 83 പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ടൈം. പിന്നെ അത് ശരി. 83 മുതൽ 2025 നമ്മൾ സംസാരിക്കുന്ന ഈ നേരവും കടന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതെ അതെ അതെ. അല്ല അതെ. പക്ഷെ അവിടെ അപ്പോൾ എനിക്ക് എന്താ അറിയോ, ഇത്രയും നാളും എന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ ഇപ്പോഴും ഒരു പുതിയ ആളിനെ കാണുന്ന പോലെ ഇപ്പം എന്നെ കാണുന്നു. അതെ, അതെനിക്ക് ഭയങ്കര സന്തോഷം. പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സിന്റെ ഫിലിമുകളിൽ വളരെ വളരെ ഒരു റിലവന്റ് പാർട്ടാണ്. അവരൊക്കെ എന്നോട് ക്ലബിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിലെല്ലാം ഇപ്പം എന്നോട് ഞാൻ അവരോട് വളരെ ഫ്രീ ആയിട്ട് പെരുമാറുമ്പോൾ അവരെന്നോട് ഒരു ബഹുമാനം സ്വപ്പം കൂടുതലാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. ഞാനവിടെ ഒക്കെ ആയിട്ട് ഒരു സിഗരറ്റ് തന്നു എന്നൊക്കെ പറഞ്ഞ് കൂടും. അല്ലെങ്കിൽ എനിക്ക് അകന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രേക്ഷകനും എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ചുമ്മാ ഭാഗ്യമല്ല, മഹാഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ ചിന്തയല്ലേ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഉർവശി പറഞ്ഞത്. എങ്ങനെയാണ് കുട്ടേട്ടനെ പോലെ ഒരാളുടെ ഈ വലിയൊരു ആക്ടിങ് സ്കില്ലിനെ എങ്ങനെയാണ് ഒരു നിലയിൽ ഇങ്ങനെ കുറച്ച്, ഞാൻ ആ പേര് പോലും പറയാൻ തയ്യാറല്ല. കാരണം ഷാരൂഖിന് മികച്ച നടനായി ജൂറിക്ക് സ്വാഭാവികം തിരഞ്ഞെടുക്കാം. പക്ഷേ ഉർവശി ചോദിച്ചൊരു ചോദ്യം അത് സ്വയം എങ്ങനെയാണ് എടുക്കുന്നത്? ആ ഉർവശിയുടെ ആ ഒരു ഫീൽ, ആ പറഞ്ഞതിലെ ഒരു വികാരം. ഉർവശി പറഞ്ഞ ഒരു കാര്യം ശരി, പ്രതിഷേധം ഒന്നും എനിക്കില്ല. എന്താ പറയുക, അല്ല ഉർവശി തോന്നിപ്പിച്ച ഇതിൻ്റെ കാര്യം ഒരു കാര്യം എനിക്ക് എന്താ വെച്ചാൽ ഒരു കഥാപാത്രം ഇപ്പം നമ്മളിപ്പം നായകൻ എന്ന് പറയും, ചില ഹീറോ എന്ന് പറയും.
രണ്ടും രണ്ടാ ശരിക്കും പറഞ്ഞാൽ. നായകൻ എന്ന് പറഞ്ഞാൽ ആദിമധ്യാന്നുള്ള കഥയിലെ കഥ നയിക്കുന്ന ആളാണ്, കഥ കൊണ്ടുപോകുന്ന ആൾ. അത് ചിലപ്പോൾ ഒരു പട്ടിയാവാം. പക്ഷേ ഹീറോ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നേറുന്നവനാണ് ഹീറോ. ഇവിടെ ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാനാണ് നായകൻ. അതെ, ഹീറോയാണ്, ഇച്ചോയുടെ ക്യാരക്ടറാണ്. അതെ, പക്ഷേ ഈ പരിഗണിക്കും പല പരിഗണനകൾ കാണും. നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞു, എനിക്കൊരു ഇപ്പോൾ ഒരു അവാർഡുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് അങ്ങനെയാണ്, ക്യാരക്ടർ ആക്ടർ, സ്വഭാവ നടൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ബാക്കിയുള്ളതും ചെയ്യുന്ന ആക്ടറല്ലേ? അഭിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ പറഞ്ഞാൽ ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം, അല്ലേ? അതെ, ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ, അത് എല്ലാ നടന്മാരും അതല്ലേ ചെയ്യുന്നത്. പിന്നെ ഇയാൾ മാത്രം ഇങ്ങനെ ക്യാരക്ടറുള്ള അതിൽ തന്നെ ഏറ്റവും മികവോടെ നിൽക്കുന്ന ഒരാൾ. എന്നാൽ ഞാൻ പറയാം, ഒരു 3 നല്ല നടന്മാർ അല്ല എന്ന് പറഞ്ഞാൽ പോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കോമഡി നടൻ, പിന്നെ വില്ലൻ നടൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഉർവശി പറഞ്ഞതുപോലത്തെ അഭിപ്രായം പങ്കുവെച്ച ഒരുപാട് ആളുകൾ ആ കാലത്ത് ആ ദിവസങ്ങളിൽ പറയുന്നല്ലോ അല്ലേ? അഭിപ്രായം ആർക്കും പറയാമല്ലോ. പിന്നെ നമുക്കിങ്ങനെ ഒരു അവാർഡ് തന്നു, ഞാനിപ്പം അവാർഡ് നിഷേധിക്കാനോ അവാർഡ് ഇതിനെപ്പറ്റി പുറകെ പോകാനോ ഒന്നും ഉള്ള ആളല്ല. അതിങ്ങനെ വന്നോണ്ടി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു പ്രേക്ഷക വർഷം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും വർഷമായപ്പോഴല്ലേ അവാർഡ് പറഞ്ഞ് കിട്ടുന്നത്. അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മഹാനടനായെന്നോ അപ്പോൾ ഇന്നലെ വരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ മോശം നടനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ എല്ലാ റോളും നല്ല കേട്ടോ, എനിക്ക് പറ്റാത്ത ഒരുപാട് റോളുകളുണ്ട്. ഇപ്പം എന്നോട് പറയാം മരഞ്ചുറ്റി പ്രേമം അല്ല, അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഡാൻസ് എന്നിട്ടും കുട്ടേട്ടനെ കൊണ്ട് ഒരുപാട് സിനിമകളിൽ പാടി അഭിനയിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഈ പാടി അഭിനയിക്കാൻ തയ്യാറാകാതെ ഒഴിയാൻ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കഴിയുന്നത് ഒഴിയും. കുട്ടേട്ടാ, നമ്മളിങ്ങനെ നടന്നു വന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചത് ഈ ഇപ്പോഴത്തെ ഈ ദേശീയ അവാർഡിനെ കുറിച്ചാണ്. ദേശീയ അവാർഡിൻ്റെ ഒരു സാഹചര്യം. ഇപ്പോൾ അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ ഉർവശി കൂടിയുണ്ട്, മലയാളത്തിൻ്റെ അഭിമാനമായി, അല്ലെങ്കിൽ ഒരു അഭിമാനകരമായൊരു അഭിനേത്രി എന്ന നിലയിൽ അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞാൽ അതൊരു ഭാഗ്യം ആണ്. ഇത് അങ്ങനെ അവസരത്തിൽ നമ്മുടെ പടം കൃത്യമായിട്ട് വരുന്നു. 5-10 പേര് കൂടി തീരുമാനിക്കുന്നതാണല്ലോ. അങ്ങനെ തോന്നിയപ്പോൾ ഉർവശി വെട്ടിത്തുറന്നങ്ങ് പറയുകയായിരുന്നു. ഉർവശി. പക്ഷേ വേറൊന്നുണ്ട്, ഈ മീഡിയാസ് ചിലർ പറഞ്ഞു ഉർവശി അവാർഡ് നിഷേധിക്കുന്നു എന്നൊക്കെ. അങ്ങനെ അവൾ പറഞ്ഞിട്ടേ ഇല്ല. വളരെ സെൻസിബിളായ ക്രിറ്റിസിസം ആണ്. അത്രേ ഉള്ളൂ. അല്ല, ഒന്നുകൂടി പറഞ്ഞു കേട്ടോ, സുരേഷ് ഗോപി അവിടെ ഉണ്ടല്ലോ, സുരേഷ് ഗോപി പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറയട്ടെ എന്ന് അതിനിടയിലൊരു വളരെ കുറിക്കൊള്ളുന്ന വിമർശനം ഉന്നയിച്ചു വെച്ചിട്ടുണ്ട്. ഈ അവാർഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇച്ചോയുടെ കഥാപാത്രം, അതുപോലെ ഒസ്യത്തിലെ കഥാപാത്രം, 80-കാരനും 100-കാരനും അതേ നിലയിൽ നിന്ന് ദേശീയ അവാർഡ് നേടിയ ആളാണ് നമ്മുടെ മുരളി, നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞ സിനിമ. മുരളി ഗംഭീര ആക്ടറായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ മലയാളത്തിൽ. വേറൊരു കാര്യമാണ്, നമ്മൾ വേറെ അന്യഭാഷയിലൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഉള്ളവരെ പറ്റി ഭയങ്കര അഭിപ്രായം. ഇവിടുന്ന് സാധാരണ ഇപ്പം രജനിയുടെ പടത്തിലും അങ്ങനെയുള്ള പുറത്തെ അല്ല ഒരുപാട് ആർട്ടിസ്റ്റിനെ, ജോജു വരുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് വലിയ വാല്യൂ കിട്ടുന്നുണ്ട്. പിന്നെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ രജനീകാന്ത് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞിരുന്നു, വിനായകനെ കുറിച്ച് പറഞ്ഞു, സൗബിനിപ്പോൾ. അതെ, നല്ല പേര് പറയിപ്പിക്കാനുള്ള നടന്മാരുണ്ട്. ഞാൻ ഒരു പഴയ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം മമ്മൂക്കയുടെ കൂടെ ന്യൂഡൽഹിയിൽ മമ്മൂക്കയുടെ സുഹൃത്തായിട്ട് അഭിനയിച്ചു. പക്ഷെ ആ പടത്തിന്റെ എല്ലാ റിമേക്കിലും ഉണ്ടായിരുന്നു, ഹിന്ദിയിലടക്കം വിജയനാക്കും. നമ്മളധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു കാര്യമാണ് ഹിന്ദിയിലും ആണല്ലേ? കന്നഡ, തെലുങ്ക്, ഹിന്ദി. ഹിന്ദിയിൽ ചെന്നപ്പോൾ ജിതേന്ദ്ര, മറ്റേ കൃഷ്ണരാജു, മറ്റേ അംബരീഷ്. പക്ഷെ അവിടെയൊക്കെ എഴുതാണ് മമ്മൂട്ടി തന്നെയാണ്. അത് മറ്റു ഭാഷക്കാരെ മോശക്കാരായിട്ട് പറയുകയല്ല, ബെസ്റ്റ് ആക്ടറാണ്. ഞാനും മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ആസ് ആൻ ആക്ടർ, സ്റ്റാർഡമല്ല. മമ്മൂട്ടി ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഇപ്പം മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ഈ സ്റ്റാർഡവും ഇതും വ്യത്യാസമുണ്ടല്ലോ. അല്ല, മലയാളത്തിൽ മിക്കവാറും സ്റ്റാർ എന്ന് പറയുന്നവരൊക്കെ ആർട്ടിസ്റ്റാണ്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ഇവിടെ കിട്ടാറുണ്ട്. അല്ല, നല്ല നടന്മാരാണ് ഇവിടെ ഉള്ളത്, അതാണ് കാര്യം. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്.
ഈ മമ്മൂട്ടിയുമായിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ ഉള്ളിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞോണ്ടേ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ ആണോ? സൗഹൃദത്തിൻ്റെ തീർച്ചയായിട്ടും. അത് മമ്മൂട്ടിയുണ്ട്, അവൻ നെടുമുടിമണി അദ്ദേഹം, പിന്നെ തിലകൻ ചേട്ടൻ, ഇവരോടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ ഒരു എൻസംബിൾ ആക്ടിങ് എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് അപ്പോൾ ഒരു പെരുമാറലാകും. അതൊരു വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മോഹൻലാലിനെ കുറിച്ച് കൂടി ചോദിക്കും. ഒരുപാട് ഇപ്പോൾ കുട്ടേട്ടൻ്റെ കരിയർ എടുത്താൽ പല സ്റ്റേജസ് ഉണ്ട്. ഒരുപാട് പടങ്ങളിൽ വില്ലനായി വന്നിട്ടുണ്ട്, ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട്, നായകനായി വന്നു. മോഹൻലാലുമായിട്ട് അഭിനയിച്ച സിനിമകൾ അല്ലെങ്കിൽ ലാലിലെ ആക്ടറിനെ ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ലാൽ വളരെ സ്പോണ്ടേനിറ്റി ഉള്ളൊരു ആക്ടറാണ്. ലാൽ ഒരു അനായാസമായി എന്ന ലളിതമായിട്ടെന്നൊക്കെ പറയില്ലേ, അനായാസമായിട്ട് അഭിനയം ഒരു ഭാരമല്ല ലാലിന്. അതാണ് അയാളെ പറ്റി എനിക്ക് തോന്നുന്നത്. അതങ്ങ് സംഭവിക്കുന്നതാണ് ലാലിൽ. പണ്ട് കാലത്ത് ഫിലിം റോൾ ചെയ്യുന്ന ഒരു കാലത്ത് ഒരുപാട് റിഹേഴ്സൽ എടുത്തിട്ടല്ലേ ചെയ്യുന്നത്? പിന്നെ അയ്യോ, ആ കാലത്ത് അടക്കം കണ്ടിട്ടുള്ള മോഹൻലാലിനെ, മമ്മൂട്ടിയെ അല്ല അവർ അന്നും അതെ ഇന്നും അതെ. ഇപ്പം മമ്മൂട്ടിക്കൊക്കെ ഒരു പുതിയ ആക്ടർ വരികയാണെങ്കിൽ മമ്മൂട്ടി ഭയങ്കര ഇവൻ നമ്മളെ വെട്ടുമോ അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പിന്നെ അതുണ്ട്, എപ്പോഴും നന്നാകണം, പിന്നെ അതിനെക്കൂടെ നന്നാകണം, അതിനേക്കാളും നന്നാകണം. ഇപ്പം ചിലപ്പം പറയും ഞാൻ അന്നെടുത്താൽ ശരിയായില്ല എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം. മമ്മൂസിൻ്റെ പഴയ പടങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അത് സ്വയം വിമർശനമുള്ള ആൾക്കേ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ അതും ഉദാഹരണം ഇപ്പോഴും പറയും. അതല്ല, ചിലത് അതങ്ങനെ ആയിരുന്നില്ല. ഞാനങ്ങനെ എനിക്ക് പടം കണ്ട് പഴയ പടങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ ഞാനങ്ങ് ഓഫ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അത് ശരിയായില്ല അങ്ങനെ തോന്നും. ആ സ്വയം വിമർശനമാണ് നമ്മളെ സ്വയം തിരിച്ചറിയാൻ കഴിയണം. ആ വിമർശകൻ നമ്മുടെ കൂടെയുണ്ട്. ആ വിമർശകൻ ഒരു ആക്ടറിലുണ്ടെങ്കിൽ മാത്രമേ ആക്ടറാകാൻ പറ്റുള്ളൂ. മുമ്പ് ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പം കുട്ടേട്ടൻ്റെ കഥാപാത്രങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാലം എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രകാശ് വർമ്മ തുടരും കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചയായോ? നിങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടറിൽ ഒരു ഡിഫറെൻറ്റ് ജോണറിൽ പോകാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഭാരമില്ലാതെ പുള്ളി വളരെ ഈസിയായിട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ നല്ല നടനുണ്ട്, അതുകൊണ്ടാണ് പറ്റുന്നത്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഭരതൻ അടക്കമുള്ള അക്കാലത്തെ വേഴ്സറ്റൈൽ ഡയറക്ടേഴ്സിനോട് റോള് ചോദിച്ചു, കിട്ടിയില്ല. പക്ഷേ കുട്ടേട്ടൻ ഈ പറഞ്ഞതുപോലെ ഭരതേട്ടൻ അടക്കമുള്ള ആളുകളുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത ഒരാളെന്നുള്ളത് അതൊരു ഉള്ളിലത്തെ ഒരു ആഗ്രഹവും. പിന്നെ ഞാൻ സിനിമയിൽ വരുമ്പോൾ ആഗ്രഹിച്ചിട്ടുള്ള ഭരതേട്ടൻ്റെ കൂടെ ജോർജ് സാറ്, കെ ജി ജോർജ് എന്ന് വെച്ചാൽ മലയാള സിനിമയുടെ തലവര മാറ്റിയവരിൽപ്പെട്ട ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ന്യൂജൻ എന്ന് പറയുന്നതിനേക്കാട്ടിലും ന്യൂജനായിട്ട് തോന്നിയ ആ കാലഘട്ടമാണ് 70s 70s. അടൂർ ഗോപാലകൃഷ്ണൻ, ജോൺ എബ്രഹാം, പിന്നെ ഭരതൻ, പത്മരാജൻ, മോഹൻ, അരവിന്ദൻ, അങ്ങനെ ഒരുപാട് പേര്, നടികടന്മാരോ, ഗോപിച്ചേട്ടന്, നെടുമുടി വേണു, ഈ തിലകൻ ചേട്ടനൊക്കെ, ഈ പറഞ്ഞ നമ്മുടെ ശ്രീനിവാസൻ, എല്ലാവരും ആ സമയത്താണ് സിനിമയുടെ ഭാഷയുണ്ടായി. അത് മാത്രമല്ല, അതിന് മുമ്പ് ഈ പറഞ്ഞ 180 ഡിഗ്രിയിലേ എടുക്കുകയുള്ളൂ. നമ്മുടെ പി എൻ മേനോനാണ് ശരിക്കും അങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ക്യാമറ, അപ്പോൾ ഈ ടെക്നോളജി ഭയങ്കര കുറച്ചും കൂടി ഈസിയായി. ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സിനിമ ചെയ്യാം. നിങ്ങളുടെയൊക്കെ ഒരു അഭിനയത്തിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഡബ്ബിങ്ങിൽ കൂടെ കഴിയും. പിന്നെ എനിക്കൊന്ന് മമ്മൂക്കയായാലും കുട്ടേട്ടനായാലും ഒക്കെ ഞാൻ ഒരുപാട് കുക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡൗൺ ആക്കാം അല്ലേ, ഒരുപാട് ഞാൻ ചെയ്യും. ഇപ്പം സിനിമകളിൽ പലപ്പോഴും സ്പോട്ട് ഡബ്ബിംഗ് ആണല്ലോ. അതെ, അവിടെ തന്നെ അന്നേരം തന്നെ ക്യാമറ സൗണ്ട് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ര ഇതല്ല. എന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ 3-4 പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും പ്രത്യേകിച്ച് നാടകം ചെയ്ത ആളുകളെ സംബന്ധിച്ച് സ്പോട്ട് ഡബ്ബിംഗ് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം പ്രശ്നമുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അതിനകത്ത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം. എല്ലാ നടന്മാരും അങ്ങനെ. ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൊച്ചു ഇങ്ങനെ ചതുരപടി വർത്താനം, ഞാനവിടെ പോയിട്ട് അയാളെ കണ്ടിട്ടില്ല വന്നില്ല. പക്ഷെ ആ ക്യാരക്ടർ അത് മതിയായിരിക്കും. അത് ഒരാൾ കൊണ്ട് ഡബ് ചെയ്യുമ്പോൾ ശരിയായിരിക്കും. പക്ഷെ ആ ആൾ നമ്മുടെ കൂടെ നിന്ന് ആ സീനിലുള്ള ഒരാളാണ്. അയാളുടെ അരോചകമായിട്ടുള്ള ഈ സംസാര രീതി എന്നെ ബാധിക്കും. അത് പിന്നെ അത് ഡബ് ചെയ്തോളാം. അപ്പം നമ്മുടെ ഡബ് ചെയ്യുന്നില്ല, അത് മാത്രം ഡബ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും. അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റും ആയിരിക്കും, അങ്ങനത്തെ ആർട്ടിസ്റ്റ് ആയിരിക്കണം കൂടെ നിൽക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ക്യാരക്ടർ റോളുകൾ ചെയ്യില്ലേ. ഇപ്പം ഈ അപ്പൂപ്പൻ്റെ ക്യാരക്ടറില്ലേ, ഞാൻ 14 ദിവസം എടുത്ത് ഡബ് ചെയ്യാൻ. എന്നുവെച്ചാൽ ആ ശബ്ദം ഇങ്ങനെ, ഈ ശബ്ദം ഇതിൻ്റെ വേരിയേഷൻസ് ഒക്കെ വേണം, പതുക്കെ പറയണം, അത്ര ശബ്ദത്തിൽ പറയണം. ഇത് പറയുമ്പോൾ എൻ്റെ തൊണ്ട പോവും. അപ്പോൾ അത് അന്നേരം എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. മറ്റേത് ഞാൻ കോൺഷ്യസ് ആവും, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഡയലോഗിലാവും.
കുട്ടേട്ടൻ ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രിയങ്കരായ ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അക്കാലത്ത് അവരുടെയൊക്കെ സിനിമ കാണുമ്പോൾ ചെയ്യാത്തതിൻ്റെ കഥാപാത്രം ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഏതെങ്കിലുമൊക്കെ കഥാപാത്രം കണ്ടപ്പോൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതെനിക്ക് ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ സ്വയം ആഗ്രഹം തോന്നിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ കിരീടത്തിലെ ക്യാരക്ടറില്ലേ മോഹൻലാൽ ചെയ്തത്, ആ ക്യാരക്ടറൊക്കെ ഒരു നടൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാറാണ്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പടം ചെയ്യാൻ പോകുന്നത് ആശ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉർവശി ചെയ്യാനിരിക്കുന്ന ക്യാരക്ടർ സ്ത്രീ കഥാപാത്രം. സത്യം ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ സ്ത്രീയാണ്. പക്ഷേ എനിക്കത് കാരണം ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ടതല്ല എങ്കിൽ പോയപ്പോൾ ഉർവശി. ഞാനത് പഴയ കാലത്തെ സിനിമകളിൽ അങ്ങനെ ഇഷ്ടം തോന്നിയ കഥാപാത്രം അല്ല, അതെനിക്ക് കുഞ്ഞോനാച്ചൻ എനിക്ക് ഇഷ്ടം തോന്നിയ കാര്യം. അതെ, അരനാഴിക. ഈ കാലത്തും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളുടെ ഒരു പുതിയ വരവില്ലേ ഇപ്പോഴത്തെ? അതെങ്ങനെയാണത്? അവരുമൊക്കെ അവരുടെ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിജയരാഘവൻ എന്ന കുട്ടേട്ടനെ വിളിക്കാറുണ്ട്. അവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരാൾ. അല്ല, ഞാൻ വിളിക്കുന്നത്, ഞാൻ അതൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലാണ് എന്നെ പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ അവർ സാധാരണ ഞാനങ്ങനെ ഇഫ് മെത്തേഡാണ്. ഇഫ് ഐ ആം ഇൻ ദാറ്റ് പൊസിഷൻ, അല്ല ഇഫ് ഐ ആം ഇൻ ദാറ്റ് സിറ്റുവേഷൻ, അങ്ങനെ ആണ് അവൻ്റെ കഥാപാത്രങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ഞാനങ്ങനെയല്ല. അയാൾ അങ്ങനെയാണ്. അയാൾ എങ്ങനെയുള്ള ആളാണ്, അയാളെങ്ങനെ ഇരിക്കും, അതുപോലെ ആവണമെന്നാണ് ഞാൻ കഥാപാത്രത്തെ സമീപിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ കോമഡി കഥാപാത്രം, ഞാൻ കോമഡിയൊന്നും ചെയ്യുന്നില്ല. ഞാനത് കോമഡി ക്യാരക്ടറായിട്ടേ മനസ്സിൽ കാണാറില്ല. അയാളങ്ങനെ. അപ്പം ശിപ്പായിലകളിൽ ഒരു വുമണൈസറായിരുന്നു, ഒരാളൊരു ചെറിയ പഞ്ചാര, വലിയ പൈസക്കാരനൊക്കെ. പക്ഷേ സ്ത്രീകൾ പുള്ളിക്ക് വീക്ക്നെസ്സാണ്. ഇത് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കുക. നമ്മളത് വളരെ കാര്യമായി സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. പ്രേക്ഷകനത് തമാശ തോന്നുന്നത്. ഇത് ശിപ്പായിലകളെ പറഞ്ഞ വളരെ നോട്ടബിൾ ആയിട്ട് മേലെപ്പറമ്പിലാണ് വീട്. ഒരു തടിയൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ വിജയരാഘവനെ പോലെ ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് കാണാത്തൊരു കഥാപാത്രമായിരുന്നു ആ കാലത്തല്ലേ അത്. അതെ അതെ. അതുപോലെ ഈ ചേറാടിക്കറിയ അങ്ങനെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ചേറാടിക്കറിയ എന്ന ആ കഥാപാത്രം വിജയരാഘവൻ കുട്ടേട്ടൻ ചോദിച്ചു, ഇത് മതി, ഇത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നൊരു നിലയിൽ ചോദിച്ചു വാങ്ങിയതാണെന്ന് കേൾക്കുന്നത്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞത്. രഞ്ജിപ്പണിക്കർ എനിക്ക് വേണ്ടി അന്ന് എഴുതി വെച്ചത് പോലീസ് ഓഫീസർ. അപ്പം എല്ലാ പടങ്ങളും ഞാൻ ഉണ്ടാകും. അപ്പം ഈ പടത്തിൽ എന്താടോ അയാൾ പോലീസ് ഓഫീസറാണ്. ഞാനില്ല പോലീസ് ഓഫീസറാണ്. അങ്ങനെയാണ്. അപ്പോൾ ഒരു വയസ്സമ്മേഷം, അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് വേറൊരു വലിയൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ ചേറാടിക്കറിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഏതോ ഒരു സീനുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ വേഷമൊക്കെ കെട്ടി മീശൊക്കെ വെച്ച് ഫുൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്തുള്ളതാണ്, പുള്ളി പോലീസ് ഓഫീസർ. അന്ന് പുള്ളി DYSP-യാണ്. ഞാൻ ഈ ചേറാടിക്കറിയെ പോലെ മുണ്ടൊക്കെ ഇങ്ങനെ എന്നിട്ട് പുറത്തൊരു ഒറ്റ അടി കൊടുത്തു. ഇവൻ തിരിഞ്ഞു നോക്കി ഇവൻ്റെ മുഖം താൻ ആരാടോ എന്നുള്ള ലൈൻ. അപ്പം ഞാൻ ചിരിച്ചു പോയി. അപ്പോഴേ പുള്ളിക്ക് മനസ്സിലായത്. പെട്ടെന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ആൾക്കാർ എടുക്കും. എനിക്കത് അന്നത്തെ കാലത്ത് പേടിയുണ്ട്. ഇപ്പോഴെനിക്ക് ഏത് കഥാപാത്രം എടുത്താലും എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാം. എന്താ അറിയോ, ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കാമെന്നുള്ള അവസ്ഥ പ്രേക്ഷകനിലും ഉണ്ട്. അയാൾ ഇതൊക്കെ ചെയ്യും, ക്യാരക്ടർ സേഫ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഏത് രൂപത്തിൽ കണ്ടാലും. പണ്ടതില്ലല്ലോ. ഇപ്പം ഞാൻ ചേറാടിക്കറി ചെയ്യാൻ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. നല്ല ചേഞ്ച് ഉണ്ടാവും അല്ലേ? അത് അല്ല, അന്നത്തെ അത് ഒരു ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കണം. അത് ഞാൻ അന്ന് ഈ പറഞ്ഞ കോളേജ് പയ്യനായിട്ട് അഭിനയിക്കുന്നത് എന്നെ കണ്ടാൽ ഒരിക്കലും വിജയരാഘവൻ എന്നുള്ള ഓർമ്മ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്വല്പം ഒരു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ നാടകത്തിൻ്റെ ഒരു ബലമുണ്ട് അതിലല്ലേ? എൻ്റെ അഭിനയത്തിൻ്റെ എല്ലാ പിൻബലവും നാടകമാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. ഒരു കഥാപാത്രത്തെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്മയത്വത്തോടെ വളർത്തിയെടുക്കാൻ, സ്പോട്ടിൽ അതിനനുസരിച്ച് ഇമ്പ്രവൈസ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ സ്റ്റേജിലെ ഒരു കോൺഫിഡൻസ് 100%. അപ്പോൾ ആ ഒരു നാടകാനുഭവത്തെ വളരെ സിനിമാറ്റിക് ആക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഇത്തരം കഥാപാത്രം. ഡെഫിനറ്റ്ലി. അല്ല, നാടകവും സിനിമയും ആക്ടിങ് രണ്ട് തന്നെയാണ്. സിനിമയുടെ ഒരു അഭിനയ ശൈലിയിൽ പുതിയ കാലത്ത് ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ? 74 തുടങ്ങി 83 മുതൽ തുടർച്ചയായി അഭിനയിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാലത്ത് പുതിയ തലമുറകൾ സിനിമയിലെ അഭിനയത്തെ എടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകൾ സിനിമാ അഭിനയത്തെ സ്വീകരിക്കുന്ന രീതി കുറച്ച് മാറിയിട്ടില്ലേ? അത് വളരെ സ്വാഭാവികമായിട്ട് ഉള്ള അഭിനയ ശൈലിയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തുടരുന്നത്. പക്ഷെ അത് വളരെ നല്ലതാണ്. പക്ഷെ അത് അവരായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളാണത്. അവർ മറ്റൊരു കഥാപാത്രമാകുന്ന ഒരു പ്രക്രിയയില്ലേ, അതിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഏതാണ്ടല്ലോ ഒരുപോലെ 10 സിനിമയിലെ 10 സിനിമ ഒരുപോലെ ഇരിക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ പണ്ട് ഹീറോ ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ഈ പരിപാടി വേണ്ടാന്ന് മനസ്സിലായി. അത് ഹീറോ കളി
എന്നുവെച്ചാൽ അവൻ്റെ വിജയം എല്ലാം അവൻ്റെ വിജയത്തിന് പിന്നിൽ നിൽക്കുന്ന ഘടകങ്ങളായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ എല്ലാം ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. ഈ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലാതെ അഭിനയിക്കുന്ന ഈ കാലത്തെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിൻ്റെ ഒരു വലിയ ചലഞ്ച് അത് തന്നെയാണോ? പുതിയ പുതിയ കഥാപാത്രങ്ങളായി മാറുക, നമ്മൾ മാറി നിൽക്കുക, നമ്മൾ മാറി നിന്നിട്ട് ആ കഥാപാത്രമായി ആ ഒരു ചലഞ്ച് നേരിടുന്നുണ്ടോ ഇന്നത്തെ പുതിയ കാലത്തെ അഭിനേതാക്കൾ? ശ്രമിക്കുന്നുണ്ടിരിക്കുന്ന ഫഹദൊക്കെ കുറച്ച് അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ഫഹദ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അല്ല ബാക്കിയെല്ലാം ഈ പറഞ്ഞ് എഴുതി വരുമ്പം നായകന് വേണ്ടിയിട്ടുള്ള നായകൻ നടന്നു കയറാൻ വേണ്ടിയുള്ള പടിക്കെട്ടുകളാകുക ബാക്കി കഥാപാത്രങ്ങളൊക്കെ. കഥയും അതുപോലെ തന്നെ വരും. അതിനൊരു ഒരു കുക്കിംഗ് ഫീൽ ചെയ്യും. അത് പ്രേക്ഷകനും അങ്ങനത്തെ അതാണ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാകുമ്പോൾ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാതെ ഒരവസ്ഥ മാത്രം ചിത്രീകരിക്കുന്ന അപ്പം ഇപ്പം പൂക്കാലത്തൊക്കെ ഉള്ള ഗുണം അതാണ്. പൂക്കാലത്തിലും കിഷ്കിന്ധാകാന്ഡത്തിലും ഒക്കെ ഉള്ള ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഗുണം അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മേലെപ്പറമ്പിൽ ആൺവീടും ആയിട്ട് താരതമ്യം ചെയ്യും. ഇപ്പോൾ ദേശാടനം പോലൊരു സിനിമയിൽ അഭിനയിക്കുന്ന കാലത്താണ് മുമ്പ് പറഞ്ഞ പോലൊരു മേലെപ്പറമ്പിൽ ആൺവീടും അഭിനയിക്കുന്നത്. ഒരേ കാലത്തെ രണ്ട് വ്യത്യസ്തമായ അനുഭവം തന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട് വിജയരാഘവനെ സംബന്ധിച്ച്, കൂട്ടേട്ടനെ സംബന്ധിച്ച്. ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ദേശാടനത്തിലെ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം ഞാനിതെങ്ങനെ ചെയ്യും, എനിക്ക് പറ്റുമോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയ വികാരം. അപ്പോൾ പക്ഷേ അതെങ്ങനെ ആകാം എന്ന് തോന്നി ഈ കഥകളി. അപ്പോൾ ഒരു ഇരുത്തം വന്ന ഒരാളായിരിക്കും. പിന്നെ നമ്പൂരിയാണ്. അപ്പോൾ അംഗവിക്ഷേപങ്ങളൊക്കെ എന്താ എന്നൊക്കെ ഈ പെരുമാറ്റത്തിന് അംഗവിക്ഷേപങ്ങളൊക്കെ ഒരു മാറ്റം വരും. അതാണ് ഞാൻ അപ്പം നടത്തത്തിലുണ്ടായിരുന്നു ഒരു ഞാൻ നിള നദിയുടെ തീരത്തിൽ നടക്കുമ്പോഴൊക്കെ ശങ്കരൻ എന്ന് പറഞ്ഞ ആൾ എങ്ങനെയായിരിക്കും, അതാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ക്യാരക്ടേഴ്സിനെ സമീപിക്കുന്നത്. ഞാൻ അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ്. അല്ലാതെ നമ്മൾ കാണിക്കാൻ വേണ്ടി കാണിക്കുമ്പോഴാണ് കാണിക്കലായി പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മേലെപ്പറമ്പിൽ ആൺവീടിൽ ആ ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റുകൾ എത്ര കേരളത്തിലെ മലയാളത്തിലെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളാണ്. ഓരോ നരേന്ദ്രപ്രസാദ് നിൽക്കുന്നു, അപ്പുറത്ത് ജനാർദ്ദനൻ നിൽക്കുന്നു, അങ്ങനെ എത്ര ജഗദീഷ് ശ്രീകുമാർ നിൽക്കുന്നു. അതിനിടയിലാണ് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ വിജയരാഘവനെ കാണുന്നത്. അതൊക്കെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് മുമ്പേ നിങ്ങൾ പറഞ്ഞില്ല വളരെ റിയലിസ്റ്റിക് ആയിട്ട്. അന്ന് ആ നടീനടന്മാർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെ ആ ഒരു വീട്ടിൽ അങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ പെരുമാറുകയായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഇപ്പം അങ്ങനെ പുതുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ടെക്നോളജി കൊണ്ടുള്ള ഭയങ്കരമായ മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റാത്ത ഒന്നും കാരവാനും ഇല്ലല്ലോ, എല്ലാവരും പല മരത്തിൻ്റെ ചുവട്ടിലൊക്കെ സംസാരിക്കും, ഷോട്ട് കഴിഞ്ഞാൽ അവിടെ പോവുക, തമാശ പറയുക. പിന്നെ അങ്ങനെ അതൊരു ഭയങ്കര ഇപ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ നേരെ കാരവൻ. ഞാൻ നടന്ന കേട്ടോ ഡയലോഗ് പറയും, എൻ്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ബാങ്കിലെ പണി പോലെ ആയി പോകും. അതല്ലല്ലോ, അതല്ലല്ലോ. ഇത് മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാനതാ എപ്പോഴും പറയുന്നത്. അഭിനയം എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം, ആ അവസ്ഥ നമ്മളുണ്ടാവണം. ആ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഞാനിപ്പോൾ ഒരച്ഛനാണെങ്കിൽ എൻ്റെ മകനാണ് എനിക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റീവായിട്ട് തന്നെ ഭയങ്കര ഇഷ്ടത്തോടെ തൊട്ടപ്പുറത്ത് നിൽക്കാൻ ഇവരാണെങ്കിൽ കൊള്ളാം, ഒരു പിടി പിടിക്കാം എന്ന് തോന്നുന്ന ആർട്ടിസ്റ്റുകളെ കുറിച്ച് കൂട്ടേട്ടൻ എന്ത് പറയും? ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ ഇപ്പം അങ്ങനെ എനിക്കല്ല. പണ്ട് വേണു, ഗോപിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണ്. നമുക്ക് ഇപ്പം ജനാർദ്ദനാണെങ്കിലും അങ്ങനെ പരിചയമുള്ള ആൾക്കാരാകുമ്പോഴേ ഇപ്പോഴോ പുതിയ കാലത്തോ എനിക്ക് അങ്ങനെ വ്യത്യാസം. എനിക്കിപ്പോൾ പുതിയ പിള്ളേരാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവാം. ഞാൻ ബുദ്ധിമുട്ട് പറയാറുണ്ടോ? അതുകൊണ്ടല്ല ഞാൻ അവർ ഈസിയാക്കാൻ വേണ്ടി അവരുമായിട്ട് വളരെ കമ്പനിയാവും. ഇപ്പം വിനീതിൻ്റെ പടമില്ലേ ഹൃദയം, അത് മോഹൻലാലിൻ്റെ മകൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എപ്പോഴും അങ്കിൾ എന്നൊക്കെ വിളിച്ചിങ്ങനെ പുള്ളി വളരെ അച്ഛൻ്റെ ഫ്രണ്ടെന്നുള്ള എന്നെ അപ്പോൾ വന്നപ്പോൾ എനിക്കങ്ങോട്ടത് പറ്റുന്നില്ല. അപ്പോൾ ഒരു സീനുണ്ട്, അതിന് മുമ്പ് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ മകനെ ട്രെയിൻ കയറ്റാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ദൂരെ പോവുകയാണെങ്കിൽ നീ വിഷമിക്കൊന്നും വേണ്ട, എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും, ദൂരെയാണെന്ന് വിചാരിക്കണ്ട, നീ അച്ഛൻ എപ്പോഴും ഉണ്ടാവും കൂടെ. അവൻ അപ്പോൾ ഇവൻ സ്വല്പം കള്ളുകൂടിയൊക്കെ ഉണ്ട്, പക്ഷെ നീ കള്ളു കുടിക്കരുത്. അല്ല അച്ഛൻ ഞാനങ്ങനെ കഴിക്കാറില്ല. നീ കള്ളു കുടിച്ചാലും കുഴപ്പമില്ല, നീ കള്ളം പറയരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് നാണക്കേടില്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോട്ടെ, ഒന്ന് ഉമ്മ വെച്ചോട്ടെ, അങ്ങനെ എന്തൊരു ഡയലോഗ്. ഇതാണ് അവിടെ ഞാൻ കെട്ടിപ്പിടിക്കും. ഈ സമയം കഴിഞ്ഞ് വിനീത് അവിടെ കിടന്നോണ്ട് തുള്ളോ എന്ന് പറഞ്ഞത് വിനീത് ഡയറക്ടർ
അപ്പോൾ എന്താണ് കുട്ടിയായിട്ട് ചെവി പറഞ്ഞു തന്നു. ഞാനൊന്നും പറഞ്ഞു ആ ഷോർട്ട് സീനിന് മുമ്പായിട്ട്. അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. ഞാൻ അപ്പോൾ സിഗരറ്റ് ഉണ്ട് മോനെ. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു പറഞ്ഞു മേടിച്ചു. അപ്പം ഞാനങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ആളല്ല. ഞാൻ ചുമ്മാ പണ്ട് ഞാൻ വലിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മേടിക്കുന്നത് കത്തി ഞാൻ എനിക്ക് വേണം. അപ്പോൾ ഇല്ല ഞാനിപ്പോൾ വേണ്ട. ഓക്കെ എൻ്റെ സിഗരറ്റ് വലിച്ച് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മുമ്പ് സംസാരിക്കുമ്പം കണ്ണി നോക്കി സംസാരിക്കും. ഞാൻ പറയുമ്പോൾ നീ എൻ്റെ കണ്ണി നോക്കണമെന്ന് പറഞ്ഞു. പിന്നെ കണ്ണി നോക്കുമ്പോൾ എനിക്ക് അവൻ എൻ്റെ മോനായിട്ട് തന്നെ ലാലിൻ്റെ മോൻ എന്ന് പറഞ്ഞപ്പം അത് അല്ലാതൊരു ഇഷ്ടമുണ്ട് എനിക്ക്. ഈ പറഞ്ഞ ലാലിൻ്റെ മോന്, അപ്പം മമ്മൂസിൻ്റെ മോന് ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടിയെപ്പോലൊരു വിനീതൊക്കെയാണ് എനിക്ക് എന്തോ നമ്മുടെ കൂട്ടുകാരൻ്റെ മകനായതുകൊണ്ട് വേറൊരു ഇഷ്ടമുണ്ട് ഇൻ അഡീഷൻ. അപ്പം ഞാനത് പറഞ്ഞ് എൻ്റെ കണ്ണ് നോക്കി, എൻ്റെ കണ്ണ് കണ്ടപ്പോൾ അവന് അവന് ഫീൽ ചെയ്തു. അപ്പോൾ അതാണ് അവൻ പറഞ്ഞു. വിനീത് പറഞ്ഞ പിറ്റേ ദിവസം മുതൽ ഇവനങ്ങ് ഭയങ്കര ഞാനില്ലാതെ ചാർജ് ആയിരുന്നു. ഇപ്പോൾ ടോവിനോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും വളരെ എന്നോട് വളരെ ടോവിനോ ഉണ്ട്. ഇപ്പം പുതിയ എല്ലാവരും അതെ ഭഗതാണെങ്കിലും ശരി എല്ലാവർക്കും ഞാനൊരു അകന്നു നിൽക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല. ഞാനങ്ങനെ ഇടപെടുന്നത് അതുകൊണ്ടാണ്. അവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം അവരുടെയൊക്കെ സിനിമകൾ റിച്ച് ആക്കുന്ന ഒരു കമ്പോണന്റ് ആണ്. പിന്നെ അത് വളരെ എന്നോട് എന്തും പറയാം. ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ നേരം സംസാരിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ കുട്ടേട്ടനോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന കുട്ടേട്ടൻ്റെ കഥാപാത്രങ്ങൾ, പല രൂപങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ചോദിച്ചത്. അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾ കൂടി ഉണ്ട്, റാംജി റാവു. അതിൽ ഇതൊന്നും അല്ലാത്തൊരു കുട്ടേട്ടനുണ്ട്. അത് വളരെ സീരിയസ് ആണ്. പക്ഷേ അയാൾ പറഞ്ഞ ഹ്യൂമർ തോന്നുന്നു ഒരു വലിയ സീരിയസ് ആകുമ്പോഴും പൊട്ടണം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം എന്ന് പറയുന്നത് സിബ് വലിക്കുമ്പോൾ ഓഫ് ചെയ്ത് എന്ന് പറയുന്നതിൻ്റെ വളരെ സീരിയസ് ആയിട്ടാണ്. പക്ഷെ തിയേറ്ററാകെ അതാണ് ഇളക്കി മറിക്കുന്ന ഒരു സീനാണ്. പിന്നെ അവരുടെ അസാധ്യ കഴിവുള്ള ഡയറക്ടർ സിദ്ദിഖ്. പിന്നെ അയാളൊക്കെ മലയാള സിനിമയുടെ നഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പത്മരാജൻ, ഭരതൻ, ജോൾ സാറ്, സിദ്ദിഖ് അവരൊക്കെ ഭയങ്കര നഷ്ടങ്ങളാണ്. നെടുമുടി വേണു, ഗോപിച്ചേട്ടൻ അവരെപ്പറ്റി ഓർക്കുമ്പോൾ അവരുടെ സിനിമ കാണുമ്പോൾ വിഷമം തോന്നും നമുക്ക്. പക്ഷേ അവരൊന്നും ഇല്ലാതെ പോയല്ലോ. അപ്പോൾ ഏതായാലും ഈ ഓണക്കാലത്ത് നമ്മൾ കുട്ടേട്ടൻ്റെ ഒരു ഗംഭീരമായ ഒരു സ്പേസിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ഈ വീടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച വീടാണ് 91. അങ്ങനെ ഞാനിപ്പോൾ പൊളിച്ചു കളയാൻ തോന്നിയില്ല. അപ്പം ഇന്ന് റിനോവേറ്റ് ചെയ്ത് ഇതൊരു സിനിമാ ഇടം കൂടിയാണിത് അല്ലേ? പ്രിയപ്പെട്ട സിനിമാ സുഹൃത്തുക്കളും എല്ലാവരും വലിയ സിനിമാ ചർച്ചകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് നല്ല മരങ്ങൾ, ഔഷധ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. അല്ല ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആ അച്ഛൻ വെച്ച വീടുണ്ട് ഡൈനീഷ്യ, അവിടെ ഞാൻ താമസിക്കുന്നത്. ഇത് പിന്നെ ഒരു നമ്മുടെ ഗസ്റ്റ് ഹൗസ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അവിടെയാണ് എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് വീട്ടിൽ വരണം. വീട്ടിൽ വന്നാൽ ഞാൻ ഇവിടെ ഡൈനീഷ്യ വന്ന് കിടന്നൊന്ന് അച്ഛൻ്റെ സാമീപ്യം ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ എന്താ പറയുക, ഞാൻ ഒരു ദിവസം ജീവിതത്തിൽ ഇതുവരെ അച്ഛനെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. കാര്യം വെച്ചാൽ ഞാൻ അത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, അച്ഛൻ്റെ ഉള്ളത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഇത്രയും സത്യസന്ധനായ വ്യക്തി ഞാൻ കണ്ടില്ല. പിന്നെ ഇത്രയും ബോൾഡായിട്ടൊരാൾ ഇപ്പം വെറും ബോൾഡ്നെസ് കാണിക്കുകയല്ല, അങ്ങനെ അതാ എന്നുവെച്ചാൽ അത് ജീവിതം പഠിപ്പിച്ച പാഠങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയും ഒരു 10 ജന്മത്തിൽ അനുഭവിക്കേണ്ട ജീവിതം ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളുടെ മകനാണ് എന്നുള്ളത് അത്രയും വലിയ അഭിമാനം, അത്രയും വലിയ സന്തോഷം, അത്രയും വലിയ ഭാഗ്യം. അപ്പം നമ്മുടെ ഈ സംസാരവും ഈ യാത്രയും പൂർണ്ണമാക്കേണ്ടത് അവിടെയാണ്, ഡൈനീഷ്യയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം. തൊട്ടടുത്ത അപ്പോൾ കുട്ടേട്ടാ നമ്മൾ ഡൈനീഷ്യയിലെത്തി അല്ലേ? ഇതാണ് ഡൈനീഷ്യ. ഗ്രീസിൽ
അവിടെ ഈ നാടകം അവിടെയാണ് ഉത്ഭവിച്ചതെന്നാണ് പറയുക. ആദ്യം നാടകം ഡൈനേഷ്യസ് ദേവാലയം, ഡൈനേഷ്യസ് ദേവന്റെ ദേവാലയമാണ് ഡൈനേഷ്യ. പിന്നീട് അച്ഛൻ്റെ നാടകങ്ങളും എല്ലാം ഈ മണ്ണിലല്ലേ, ഇവിടെ തന്നെയല്ലേ? അച്ഛൻ നാടകങ്ങൾ എഴുതിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ കാവാലിയ നാടകം അങ്ങോട്ടും അതെ കഴിഞ്ഞു. ആ സമയത്ത് വീട് 69 അന്ന് പോലും ഞാനും ഈ പറഞ്ഞിവിടെയാണ്. എപ്പോഴും ഈ ഞാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ ഞാനാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ലോകത്ത് ഒരു അച്ഛനോ ഒരു ഡോക്ടറോ ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യപ്പെടാത്തത്ര യുക്തിഹീനമായൊരു സാഹസത്തിന് ഞാൻ തീരുമാനിച്ചു. അതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ അത് ഈ നിൽക്കുന്ന കുട്ടേട്ടൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ പ്രസവമെടുത്ത അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ഇങ്ങനെ ഒരു മലേഷ്യൻ അനുഭവമാണ്. അപ്പോൾ ആ കൈകളിലേക്കാണ് ജനിച്ച് വീണത്. പിന്നെ ആ കൈ പിടിച്ചാൽ നടന്നത്. അപ്പോൾ അത് അച്ഛൻ മരണം വരെ അച്ഛൻ പറയുന്നുണ്ട്, അരങ്ങിലെ അലർച്ചയും അവൻ്റെ ആദ്യ അലർച്ചയും എനിക്ക് കേൾക്കണം അല്ലേ? അങ്ങനെ കുട്ടൻ്റെ വളർച്ചയെക്കുറിച്ച്, മകൻ്റെ വളർച്ചയെക്കുറിച്ച്. അതെ, അച്ഛന് ഞാൻ ഒരു നടനായതിൽ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ ഒരു ഡയറക്ടർ എന്നുള്ള നാടകം ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോയല്ലോ, പലപ്പോഴും നാടക കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി. അല്ല, എന്നെ അച്ഛനത് ആ കാര്യത്തിൽ എന്നെപ്പറ്റി ഭയങ്കര അഭിമാനിക്കുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം. അപ്പോൾ ഏതായാലും ഈ ഒരു ഓണക്കാലത്ത് അത്തരം ഏറ്റവും സമ്പന്നമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നൊരു കുടുംബത്തോടൊപ്പം ഉള്ളൊരു ഓണക്കാല കാഴ്ചകളും അവരോടൊപ്പം ഒന്ന് അല്പസമയം കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങോട്ട് വാ നാനുകുട്ടാ, ഇങ്ങ് വാ. നാണപ്പൻ, അച്ഛൻ്റെ പേര് നാണപ്പൻ. ഇവൻ്റെ ചേച്ചി ചിന്നമ്മയാണ്. ചിന്നമ്മ അവളെ വിളിക്കുന്നത്. ഇവിടെ നാണുകൂട്ടൻ. ഇവൻ്റെ പേര് വിജയരാഘവല്ലേ, വീരു. വീട്ടിൽ പേര് അധീന്ദ്ര രാഘവം. ഇവിടെ ആരാന്ന് മനസ്സിലായ? ചിന്നമ്മു ഒരുക്കം ഇതൊക്കെയാണ്. ഇന്നൊന്നും ഒരുക്കം കുറവല്ലേ? ഇത് കുറവല്ലേ? ഇതൊന്നും അല്ല. തവണത്തെ ഓണക്കാലം അങ്ങനെ വീട്ടിൽ അവാർഡ് കയറിയ, ദേശീയ അവാർഡ് എത്തിയ വീട്ടിൽ വളരെ സജീവമായി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ ഈ അവാർഡ് ഡിക്ലറേഷനൊക്കെ? അല്ല, ഇവിടെ പറയുന്നറിയോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം UK നിന്ന് വന്നതാണ് മൂത്ത മകനും. UK അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവിടെയായിരുന്നു. അന്നാണ് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് കിട്ടി. അത് ഇവരുള്ളപ്പോഴാണ്. ഇവരിപ്പോൾ ഇവിടെ വന്നു, UK ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഇവിടെ വന്നു. ഞാൻ വരുന്നതുകൊണ്ട് ഇവളുടെ സാമീപ്യം ഉണ്ടെങ്കിലാണെന്നാണ് ഇവര് പറയുന്നത്. അല്ല, പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് അതിലൊക്കെ വലിയ വിശ്വാസമാണ് കേട്ടോ. എനിക്കെല്ലാം വിശ്വാസമില്ല. എനിക്ക് എൻ്റെ അഭിനയത്തിനെ പറ്റി എന്തൊരു ആത്മവിശ്വാസം ഉണ്ടാ, അതൊന്നും തകർക്കാൻ പറ്റില്ല. പിന്നെ മൂത്ത മകൻ ജനദേവൻ, നേരത്തെ പറഞ്ഞു, ഇത് രാഖി. ഇവർ രണ്ടുപേരൂടെ UK-ലാണ്. അവൻ്റെ മൂത്ത മകൻ അദ്രിത്തും, രണ്ടാമത്തെ വീരു. ഇത് ചിന്നമ്മൂൻ്റെ അമ്മയാണ്. രണ്ടാമത്തെ മോൻ്റെ മൂത്ത മകൻ ശ്രുതി. ഇവളാണ് ഇപ്പം. ഇവനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു കമ്പി സിമെന്റ് ഒക്കെ ഇവിടെ. അപ്പൊ അത് വിട്ടിട്ടാ പുള്ളി പോയത്. അപ്പൊ അത് അനിയത്തിയാണ്, ഇപ്പൊ അവളാ നോക്കുന്നത്.
അവിടെ 2 പിള്ളേരെ വെച്ചിട്ട് വേണം നോക്കാൻ. ഏറ്റവും ഇളയ വീട്ടിലെ ഏറ്റവും ഇളയ ചട്ടമ്പിയാണല്ലേ? ഏറ്റവും ഇളയ സാധനം നാണു. നാണു ഒറ്റ വികാരം. വിളിച്ചേട്ടോ ചിന്നമ്മു, ചട്ടമ്പി നാണു. കേക്കണ്ട, അവക്കിട്ട് കൊടുക്കുവാണെങ്കിൽ. നല്ല ഇടി. അതുപോലെ ഏതോ എനിക്ക് സിനിമ കണ്ടാ തോന്നുന്നു. അതെ, സിനിമ കണ്ട ആൾക്കാർക്ക് വഴിതെറ്റുമെന്ന് പറയുന്നില്ല. നാണു ഏതോ ഈ പറഞ്ഞ കാർട്ടൂണൊക്കെ കാണുക, അതൊക്കെ അടിക്കുക തൊഴിക്കുക. ശിവ കണ്ടിട്ടാ? അച്ചച്ചയുടെ ശിവ. അതാണ് നാണുവിന് കിട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു വലിയ ഭാഗ്യമല്ലേ ഈ പിള്ളേരൊക്കെ അടുത്തുള്ളത്. പിന്നെ ഇവരൊക്കെ ഇല്ലാത്തപ്പോൾ വിഷമാണ്. പക്ഷെ ഇവരോട് ഞാൻ പറയാറില്ലെന്നും അങ്ങനെ. ഇനി ഓട്ടത്തിനിടയിൽ അല്ലേ? അല്ല, അവർക്ക് അവരുടേതായ ജീവിതം. പിന്നെ ഇളയവൻ അവനിപ്പം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അവനിപ്പം സിനിമയിലാണ്. ഇപ്പം പുള്ളി സിനിമയുടെ ദുൽഖറിൻ്റെ കമ്പനി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ. ഇപ്പോൾ കൊച്ചിയിലാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളും. പുള്ളി ഇവിടെ കാണുകയാണ്. അപ്പോൾ എന്നാ അങ്ങനെ പറയാം കേട്ടോ. കൊച്ചിയല്ല, എറണാകുളമാണ്. തിരുത്തി. ഇടയ്ക്ക് എറണാകുളത്ത് പോകാന്ന്. അച്ഛൻ്റെ കൂടെ ഷൂട്ടിങ് കാണാൻ ആരൊക്കെ പോയിട്ടുണ്ട് ഇതിൽ? ഏതായിരുന്നു? ഇപ്പോഴോ? ഇപ്പം ഈ വെക്കേഷൻ വന്നപ്പോഴോ? ഈ വെക്കേഷൻ വന്നപ്പോൾ പോയി. പള്ളിച്ചട്ടമ്പി, തൊടുപുഴയല്ലേ? ഓക്കെ. ചിന്നമ്മ പോയിട്ടുണ്ടോ? ആദ്യം കൊണ്ടുപോയത് എന്റെ കൂട്ടേടാ, കഷ്ടമല്ല. എത്ര ഇവളാണ് ആദ്യം വന്നത്. ചിന്നമ്മൂന് ഓർമ്മയില്ല. അപ്പോ മനസ്സിലാവുന്നില്ല. അപ്പം നിനക്ക് മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ നമുക്ക് ചിന്നമ്മൂനെ ഒന്ന് കൊണ്ടുപോകണം ഇനിയിപ്പോ, അല്ലേ? ഇവിടെയാണ് അച്ഛനെ ദഹിപ്പിച്ച സ്ഥലം. അതിപ്പോഴും ഞാനങ്ങനെ വെച്ചിരിക്കാം. ചേച്ചി ഇതിനിടയിൽ ഭയങ്കര സൈലന്റ് ആയിട്ട്. ചേച്ചിയോ? ചേച്ചി അങ്ങനെ അല്ല, ചേച്ചി പൊതുവെ സൈലന്റ് ആണ്. ചേച്ചിയും ഈ മൂത്ത അവനും അതെ. അവര് അങ്ങനെ അമ്മയുടെ മകൻ എന്ന് പറയുന്ന തരത്തിലാണ്. വലിയ പ്രകടിപ്പിക്കലൊന്നുമില്ല. സ്നേഹമാണെങ്കിൽ പോലും ഇങ്ങനെ പ്രകടിപ്പിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ പ്രകടിപ്പിക്കേണ്ടതാ ഇതൊക്കെ. അത് ചേട്ടൻ അതുകൊണ്ട് ഗുണമുണ്ടെന്ന് പറയും. ചേട്ടൻ ഈ വികാരം ഇങ്ങനെ പ്രകടിപ്പിക്കലാണല്ലോ ജോലി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അല്ലാത്തത്. അത് ചേട്ടൻ്റെ ജോലി. ഇരുന്നാണ് ചെല്ല കൈ കാണിച്ചു. നമുക്ക് അത്ര വിശ്വാസം പോരാ. ചെയ്തു. പിടിച്ചോണം കേട്ടോടി. പുറകെ കൂടെ അവനെ പിടിച്ചു, പുറകെ കൂടെ അവനെ പിടിച്ചു. ഒരു കൈ അപ്പുറത്തെ കൈ ഉണ്ട്. മുന്നോട്ട് പോവല്ലേ. ആട്ടണ്ട അവൻ ചിലപ്പോൾ ചാടി ഇറങ്ങും. ഇതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം. സിനിമയിൽ ഞാൻ എങ്ങും പോകില്ല, ഇവിടെ തന്നെ കാണും. വീട്ടില് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തിരിച്ച് ഇവിടേക്ക് തന്നെ. കഴിയുന്ന ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടിയപ്പോഴും ഞാൻ അതല്ലേ നമുക്ക് ജീവിതത്തിൽ ജീവിക്കുന്ന സമയമുണ്ടല്ലോ, അതങ്ങനെ അങ്ങോട്ട് സുഖമാകുക. ഓക്കെ. അല്ലാത്തപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു സമയം. അതെ, ഇത്തവണത്തെ ഞങ്ങളുടെ വലിയ സന്തോഷമുള്ള ഓണം എല്ലാവരും. അതെ അതെ. അപ്പോൾ ആ സന്തോഷം ഞങ്ങൾക്കും ഒക്കെ കിട്ടി, കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടി. ഈ ഓണക്കാലത്ത് അത് പ്രേക്ഷകരിലേക്കും എത്തി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. പേടി പോയോ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഹാപ്പി ഓണം. പോരാ, കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞു. അവിടെ ഹാപ്പി ഓണം നീ പറഞ്ഞു. ഇവിടെ ബാ നാണു ബാ, അച്ഛൻ്റെ കൂടെ ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഇങ്ങനെ ഓണം ഓണമാണ്, ഓണപ്പായസം. ഓണപ്പായസം ആദ്യമായിട്ട് കഴിക്കും. താങ്ക് യു.
നാണുകൊട്ടന ഇനി നാണുവിന് നാണുകൊട്ടന ചൂട് 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 അമ്മ 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 ചൂട് ചൂടാ നോക്കണി. അടുത്ത പായസം നിനക്ക് അല്ല ചിന്നമു അടുത്ത പായസം അടുത്ത നിനക്ക്. യെസ് ഓരോ പ്രായം അനുസരിച്ചല്ലേ അല്ലേ? അത്ര ചൂടില്ല, അത്ര ചൂടില്ല. പിടിച്ചോ പിടിച്ചോ. അവനെ പിടിച്ചോ അവനെ പിടിക്കാം. പ്രായം അനുസരിച്ചാട്ടോ. ഞാർക്കാം എൻ്റെ മോൻ. അതെ എൻ്റെ മോൻ. ഓ മോനെ അപ്പം എന്താ വീട്ടിൽ വിളിക്കുന്നത് എന്തുവാ? മോനെ വീട്ടിൽ വിളിക്കുന്നത്? മോനെ ഞാനോ? ആ ജിനു. ജിനു. അതെ ഇതെൻ്റെ പായസം. ഓക്കെ. ഈ വിഷമിച്ചാണല്ലോ. ആ തന്നെത്താൻ ഉണ്ടാക്കിയതായോണ്ട് അല്ലേ? നോക്കട്ടെ. നല്ല പായസം. നല്ല പായസം. ആ അവനെ വേണ്ട. കണ്ടോ? നാണു എവിടെ വാ വിളിക്കുന്നത്? നാണെന്നാ തരട്ടെ. അവന് ഫുള്ള് കണ്ടാ മതി. ഞാനോ? നിനക്കാ? ഇനി ജിനു അല്ലേ? ആ ഒരാളൂടെ മിസ്സായി പോയി അല്ലേ? അയ്യോ ആ ദീദി ഇല്ലായിരുന്നു. ഇത് കൊടുക്കാൻ വാ. അവർക്ക് ഞാൻ കൊടുത്തല്ലോ. ഓണപ്പായസം എല്ലാം തകർത്തു, ഗംഭീരമായി. അങ്ങനെ ഓണം അടിപൊളി. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇരട്ടി മധുരം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇരട്ടി മധുരമാണ് ഈ ഓണത്തിന് കൈരളി പ്രേക്ഷകർക്ക് കിട്ടിയത്. കുട്ടേട്ടനോടൊപ്പം ആ കുടുംബത്തോടൊപ്പം നമ്മൾ എത്രയോ സമയം ഇങ്ങനെ ആ സിനിമാ ലോകവും സിനിമാ ജീവിതവും കാഴ്ചപ്പാടുകളും എല്ലാം കേട്ടും ഈ കുടുംബത്തിൻ്റെ ഓണാഘോഷങ്ങളൊക്കെ പങ്കുചേർന്നു, അതിലൊക്കെ പങ്കുചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഓണ ദിവസം അങ്ങനെ മുന്നോട്ട് പോയത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കൈരളിയുടെയും വക കുട്ടേട്ട ഓണാശംസകൾ തിരിച്ചു. താങ്ക് യു. ഓക്കെ. ഹാപ്പി ഓണം.